ശ്രീ ജെക്സി തോമസ്, ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബോർഡിനെതിരെ യാതൊരു വിധത്തിലുള്ള പരാമർശവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നടക്കം കോടതിയിൽ നിന്ന് പുറത്തു വന്ന വിധിയിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. അതായത് ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അതടക്കം അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് കോടതി പറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ഇനി ബോർഡിനെതിരെ പരാമർശമുണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2019 ഇത്തരം അട്ടിമറികൾ ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം ബോർഡിന് ഏറ്റെടുക്കേണ്ടി വരും, ദേവസ്വത്തിന് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനത്തിന് ഇതുവരെയുള്ള സംഭവവികാസങ്ങളിൽ സാധുതയുണ്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുപോലെ വ്യത്യസ്ത കാലയളവുകളിൽ ഇത്തരം സാധന സാമഗ്രികളുടെ ക്രയവിക്രയത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ കൂടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ആ പുറത്തേക്ക് വരുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നു, കോടതിയിൽ സംഭവിച്ചത് പൂർണ്ണമായും സമഗ്രമായും വായിച്ചു നോക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും മർമ്മപ്രധാനമായ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സംഭവവികാസങ്ങളിൽ ദേവസ്വം വിജിലൻസ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ട്, അതിന്റെ തെളിവോടുകൂടെ ഇന്ന് പുറത്തു വന്നിട്ടുള്ള മാധ്യമ വാർത്തകൾ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഈ കാര്യങ്ങൾക്കകത്ത് ബോർഡിന്റെ തീരുമാനങ്ങൾക്കോ ബോർഡിന്റെ അറിവുകൾക്കോ ഘടകവിരുദ്ധമായി, അതിൽ നിന്ന് വ്യത്യസ്തമായി, സ്വാഭാവികമായി നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തിരുവാഭരണ കമ്മീഷണർ, അതോടൊപ്പമുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, ദേവസ്വം സെക്രട്ടറി, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അതിവിപുലമായ ഗൂഢാലോചനയും ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള മോഷണവുമാണ് ശബരിമലയിൽ 2019 നടത്തപ്പെട്ടത്. അതിന്റെ തുടർച്ചയിൽ ആ സംഭവവികാസങ്ങൾക്ക് പിന്നീട് നേതൃത്വമാകാൻ ശ്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അതുവരെയുള്ള വിവരങ്ങൾ വസ്തുതാപൂർണമാണ്, സത്യസന്ധമാണ്. ഈ കാര്യങ്ങൾക്കകത്ത് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ നേതൃത്വം, അല്ലെങ്കിൽ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ, അവരെ നേരിട്ട് കുറ്റക്കാരായി വിധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതായി ആരോപിക്കാൻ കഴിയുന്ന ഗുരുതരമായ കൃത്യവിലോപം, അല്ലെങ്കിൽ ഈ സംഘടിത തസ്കര സംഘമായിട്ടുള്ള അമ്പലം വിഴുങ്ങികളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, എന്തിനേയും സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവിന്റെ ലാഞ്ചന ഇതുവരെ പുറത്തു വന്നതായി അന്വേഷണ സംഘത്തിൽ നിന്നും ആ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോടതി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ സമയത്തെ വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇവരാകെ അങ്ങയുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ കാണുമ്പോൾ അവരാകെ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം പറയുന്നു, കേരളത്തിലെ സർക്കാർ എന്ത് ആഗ്രഹിച്ചോ ആ ആഗ്രഹത്തെ സന്തോഷത്തോടുകൂടെ വരവേൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമാക്കാൻ കഴിയുന്ന പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതി സമക്ഷത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തവും സമഗ്രവുമായിട്ടുള്ള അന്വേഷണം SITയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെടട്ടെ. ആ അന്വേഷണത്തിന്റെയും തെളിവെടുപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ട് തെറ്റിന്റെ ഒരു ലാഞ്ചന ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അനുഭവം ഏത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും ഏത് നേതൃത്വത്തിന് നേരെയും ഉണ്ടാകട്ടെ, ആ ആളുകൾക്ക് നേരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും ഇനിയും ഇത്തരത്തിലൊന്ന് കേരളത്തിന്റെ ഒരു ആരാധനാലയങ്ങളിൽ സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ സുശക്തമായ താക്കീത് നൽകുന്ന ഒരു അനുഭവമായി ഇത് മാറ്റി തീർക്കുകയും ചെയ്യും. അതാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ സമീപനം. 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ ബഹുമാനിയനായ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിച്ചൊരു വാചകമുണ്ട്. ആ വാചകം എന്താണ്? ശബരിമലയിൽ നിന്ന് ഒരു തരി കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ട മുതൽ തിരികെ വെപ്പിക്കുമെന്ന് മാത്രമല്ല, ആ കട്ട സംഘത്തെ ഏത് ഉന്നതനായാലും ഏത് ചെറിയവനായാലും കേരളത്തിന്റെ ജയിലഴികൾക്കുള്ളിൽ ഉറപ്പായി കാരാഗ്രഹവാസം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോകും എന്നാണ് നമുക്ക് കാണാനും കേൾക്കാനും വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് ഈ അവസരത്തിലും ഒരു സംശയവും വേണ്ട, ആ സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം നടക്കുന്നു, തെളിവുകൾ അനുനിമിഷം പുറത്തേക്ക് വരുന്നു. സമഗ്രമായ നിലയിൽ തന്നെ കൂടുതൽ കുറ്റവാളികളിലേക്ക് ഗൂഢാലോചനയിൽ പങ്കുകൊണ്ട ഉന്നത പദവി അലങ്കരിക്കുന്ന കമ്മീഷണറും ദേവസ്വം സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നേർക്ക് ബോർഡിനെ കബളിപ്പിച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു, മിനിറ്റ്സിൽ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ ശ്രമിച്ചു. ഈ സംഘത്തിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തി. അതുകൊണ്ട് ഒരു സംശയവും വേണ്ടതില്ല, ഈ കുറ്റവാളികൾ എല്ലാവരും തന്നെ, ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവർ എല്ലാവരും തന്നെ
ഉറപ്പായും ഇതിന് മറുപടി പറയേണ്ടതായിട്ട് വരും, ഇതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും. ഈ സംഘടിത തസ്കര സംഘത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവർക്ക് ചരിത്രാതീത പാഠമായിട്ട് ഈ വിഷയം മാറുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. ജയ്ക്ക്, ഞാൻ വളരെ ചെറിയൊരു കാര്യം ഡയറക്റ്റ് ചോദിക്കുകയാണ്. അങ്ങയുടെ ഞാൻ മറ്റൊരു അതിലേക്ക് പോകേണ്ടതാണ്. എന്നിരുന്നാൽ പോലും അങ്ങ് പറയുന്ന ഈ സംഘടിത തസ്കര സംഘത്തിന് ശബരിമലയിൽ കയറി വിളയാടാൻ കഴിഞ്ഞ സാഹചര്യം, ശബരിമലയിൽ അനധികൃതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യം 2019 ഉണ്ടായതിന്റെ ഒരു ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഇല്ല എന്നുള്ളതാണോ ഇടതുപക്ഷം കാണുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിമിതികളോട് കൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ദേവസ്വം മാനുവൽ, അതേപോലെ തന്നെ ഇതിന്റെ അടിസ്ഥാനപരമായ നിയമാവലികൾ, അതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്താണ്? ഇപ്പോൾ തിരുവാഭരണം സംബന്ധിച്ചും ഇത്തരം സാധന സാമഗ്രികൾ സംബന്ധിച്ചും അതിന്റെ ക്രയവിക്രയം, ആ ക്രയവിക്രയത്തിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ ചുമതലയുള്ള ആളാരാണ്? അത് തിരുവാഭരണ കമ്മീഷണറാണ്. അയാളാണ് അതിന്റെ കസ്റ്റോഡിയൻ. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സംബന്ധിച്ച് പറയും, പഞ്ചായത്ത് സെക്രട്ടറിയാണ് പഞ്ചായത്തിന്റെ കസ്റ്റോഡിയൻ. ഇപ്പോൾ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അല്ലെ, അപ്പൊ അദ്ദേഹത്തിന് കസ്റ്റോഡിയൻ ചുമതലയുള്ള വിവിധ ഭാഗങ്ങളുണ്ട്. അതേപോലെ ഈ കാര്യത്തിലെ ഏറ്റവും ഉന്നതമായ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷണറാണ്. അവിടെ 3 പേരുകൾ ഇതിനോടകം നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യവും അവരുടെ രാഷ്ട്രീയ വിധേയത്വവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഏതു സംഘടനയുടെ തണലിലാണ് ദേവസ്വം ബോർഡിനും മറ്റുന്നതാധികാര കേന്ദ്രങ്ങളിലും കയറിപ്പറ്റിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രബലമായ ചോദ്യങ്ങളും വാദങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള ഇതിന്റെ കസ്റ്റോഡിയന്മാരിൽ ഒരാൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC-യുടെ ജില്ലാ പ്രസിഡന്റാണ്, ഇല്ലേ? അപ്പോൾ എങ്ങനെ ഈ സംഘങ്ങൾ ഇവിടെ കയറി പറ്റി? എങ്ങനെ ഈ സംഘങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ശബരിമലയിൽ നിന്നും ഒരു മോഷണം നടത്താൻ കഴിയും വിധം ഒരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അതിനെയൊക്കെ സംബന്ധിച്ച് പ്രബലമായ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയുണ്ട്. അത് വേണമെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കും വിരൽ ചൂണ്ടാൻ കഴിയാൻ പോകുന്ന വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുശക്തമായ അന്വേഷണം നടക്കട്ടെ. പോറ്റിയെ വിശ്വസിച്ച് പോറ്റിയെ സംരക്ഷിക്കാൻ എത്തിയവരും പോറ്റി കട്ടുകൊണ്ട് പോയ മുതൽ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടപ്പോൾ അതിൽ ആശങ്ക പൂണ്ടവരും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തെല്ലും സങ്കോചമില്ലാതെ പറയാൻ കഴിയുന്നു, ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി ഇന്ന് വിശദീകരിച്ചതുപോലെ സർക്കാർ എന്താഗ്രഹിച്ചോ, സർക്കാർ ഏതു വിധത്തിൽ ഈ അന്വേഷണവും ഈ പ്രതികരണങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചോ, അതുതന്നെയാണ് SIT-യിൽ നിന്ന് വിജിലൻസിൽ ദേവസ്വം